ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ഈ സെക്കൻഡ് മോഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. അതിൽ ലീനിയർ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സിനെ ലീനിയർ ആക്ച്വേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റോട്ടറി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റോട്ടറി ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ആക്ച്വേറ്റേഴ്സിനെ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സിൽ ഉപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഓയിലോ വാട്ടറോ ആയിരിക്കും. വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പം ലിക്വിഡ് ഫോമിലും കാണും, ഗ്യാഷ്യസ് ഫോമിലും കാണും. അതിൽ തന്നെ ഓയിലോ വാട്ടറോ ഒക്കെ ഉപയോഗിക്കുന്നെങ്കിലാണ് ഹൈഡ്രോളിക് എന്ന് പറയുന്നത്. അതേസമയം ഗ്യാസോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള എയറോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ന്യൂമാറ്റിക് എന്ന് പറയും. ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് നമ്മൾ പിന്നെ പഠിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു 6 എണ്ണം ഉണ്ടെന്ന് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തു. അതിൽ സിംഗിൾ ആക്ടിങ് സിലിണ്ടർ എന്ന ടൈപ്പാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ വർക്കിംഗ് ഏകദേശം IC എഞ്ചിൻ്റെ വർക്കിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ വർക്കിങ്ങും ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ബാക്കിയുള്ളതാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡബിൾ ആക്ടിങ് സിലിണ്ടർ. ഇതും നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോഴേ വർക്കിംഗ് ഏകദേശം മനസ്സിലാവും. ഇതിൽ ഡബിൾ ആക്ടിങ് എന്ന് പറയാൻ കാര്യം ഇതാണ് പിസ്റ്റൺ. ഈ പിസ്റ്റൻ്റെ 2 സൈഡിലും ഓയിൽ, ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്ത് പിസ്റ്റനെ പുഷ് ചെയ്യും. ആൾട്ടർനേറ്റ് ആയിട്ടാണ് ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ആവുന്നത്. ആദ്യം ഒരു സൈഡിലാണെങ്കിൽ ആ സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഈ ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്ന ആ സൈഡിൽ നിന്ന് പിസ്റ്റനെ പുറത്തോട്ട് പുഷ് ചെയ്യും. ഇവിടെ ഇപ്പം ആദ്യം ഇവിടെയാണ് ഓയിൽ എൻ്റർ ചെയ്യുന്നതെന്ന് കരുതുക. ഹൈ പ്രഷർ ഓയിൽ ഈ വഴിയായിരിക്കും അകത്തോട്ട് കയറുന്നത്, ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഇവിടുത്തെ ഈ പ്രഷർ കാരണം അത് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന കാര്യം പിസ്റ്റൺ മൂവ് ചെയ്യും. പിസ്റ്റണിലോട്ടാണല്ലോ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ പോർഷനിൽ ലോ പ്രഷർ ഓയിലായിരിക്കും ഉള്ളത്. അല്ലെങ്കിൽ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ ഈ വഴി പുറത്തോട്ടങ്ങ് പോയെന്ന് വരിക. അത് കഴിഞ്ഞിട്ട് പിസ്റ്റൺ ഇങ്ങേ അറ്റത്തെത്തും, ഇപ്പുറത്തെ എൻഡിലെത്തും. അത് കഴിഞ്ഞിട്ട് പിസ്റ്റൺ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഈ വഴിയായിരിക്കും ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഫോഴ്സ് ഓയിലിൻ്റെ ഹൈ പ്രഷർ ഓയിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് കാരണം പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഓയിൽ നേരെ ഈ ഇൻലെറ്റ് പോർട്ട്, അത് തന്നെയാണ് ഔട്ട്ലെറ്റ് പോർട്ടും, ആ വഴി ഓയിൽ പുറത്തോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യണം. ഈ പിസ്റ്റൺ നേരെ ഈ ഒരു റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റോഡ് കൂടെ മൂവ് ചെയ്യും. അപ്പോൾ ഈ റോഡ് വഴിയാണ് ഈ ഔട്ട്പുട്ട് പുറത്തോട്ട് വരുന്നത്. ഈ റോഡ് വേറെ ഏതെങ്കിലും മെഷീനിലും കമ്പോണൻറ്റിലോ ഏതെങ്കിലും മെക്കാനിസത്തിലോ കൊണ്ട് കണക്ട് ചെയ്തിരിക്കും. ഈ റോഡ് മൂവ് ചെയ്യുന്നതനുസരിച്ച് അവിടെയും എന്തെങ്കിലും മൂവ്മെൻറ്റ് സംഭവിക്കും. അപ്പോൾ അതിനാണ് ആക്ച്വേറ്റർ എന്ന സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് പുറത്തോട്ട് എടുക്കുന്നത് ഈ റോഡ് വഴിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രമേ റോഡുള്ളൂ, മറ്റേ സൈഡിൽ റോഡില്ല. അപ്പം ഒരു സൈഡിലോട്ട് മാത്രമേ ഔട്ട്പുട്ട് എടുക്കുന്നുള്ളൂ. പക്ഷേ 2 ഡയറക്ഷനിലും ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമ്മുടെ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിലാണെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രമേ ഫോഴ്സ് എക്സേർട്ട് ആവുന്നുള്ളൂ. തിരിച്ച് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ഒരു റിട്രാക്ഷൻ സ്ട്രോക്ക് എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് ഫോഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. ജസ്റ്റ് സ്പ്രിങ് ആക്ഷൻ കാരണം സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം പിസ്റ്റൺ തിരിച്ച് മൂവ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് റിട്രാക്ഷൻ സ്ട്രോക്കാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ആണെങ്കിൽ. ഡബിൾ ആക്ടിങ് സിലിണ്ടറിലാണെങ്കിൽ ഈ പിസ്റ്റൺ 2 സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴും ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്, സഫിഷ്യൻറ്റ് ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പം ഇത് ഒരു സൈഡിൽ മാത്രമേ ഈ റോഡ് പുറത്തോട്ട് വരുന്നുള്ളൂ എങ്കിൽ പോലും 2 ഡയറക്ഷനിലും ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ സിലിണ്ടർ ബ്ലോക്ക്, അതിൻ്റെ ബാരൽ എന്നാണ് പറയുന്നത്, അതിൻ്റെ 2 സൈഡും ക്ലോസ്ഡ് ആണ്. ഒരു സൈഡ്, ഇപ്പുറത്തെ സൈഡിനെ ബേസ് ക്യാപ്പ് അല്ലെങ്കിൽ എൻഡ് ക്യാപ്പ് എന്ന് പറയും. ഇപ്പുറത്തെ സൈഡിനെ ബിയറിംഗ് ക്യാപ്പ് എന്ന് പറയും. ഇതിനെ ബിയറിംഗ് ക്യാപ്പ് എന്ന് പറയാൻ കാര്യം, ഇവിടെ അതിൻ്റെ നടുക്കൊരു ബിയറിംഗ് കൂടെയുണ്ട്. ഈ ബിയറിങ്ങിൻ്റെ അകത്ത് കൂടിയാണ് ഈ റോഡ് പുറത്തോട്ട് പോകുന്നത്. അപ്പം ഈ റോഡിനെയും കൂടെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു ഹോളും കൂടെ ഈ ക്യാപ്പിലുണ്ട്. ഈ ക്യാപ്പിൽ പക്ഷേ അതില്ല. അതിൻ്റെ ബേസ് ക്യാപ്പ് എന്ന് പറയും, ഇതിനെ ബിയറിംഗ് ക്യാപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഹോളിൽ ഇതിൻ്റെ അകത്തുള്ള ഓയിൽ പുറത്ത് പോകാതിരിക്കാനായിട്ടുള്ള ബിയറിങ്ങും കൂടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതുവഴി അങ്ങ് ഓയിലും കൂടെ പുറത്തു കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടൊരു സ്ലൈഡിങ് മൂവ്മെൻറ്റ് കിട്ടാനുമായിട്ട് ബിയറിംഗ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബിയറിങ്ങിനെ കൂടെ ഉൾക്കൊള്ളണം എന്നുള്ളതുകൊണ്ട് ആ ക്യാപ്പിനെ ബിയറിംഗ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള സീലൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഈ ഓയിൽ പുറത്തു പോകാത്ത രീതിയിലെല്ലാം വെച്ചിട്ടുണ്ട്. സീൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലുള്ള ഓയിൽ ഹൈ പ്രഷർ കാരണം ഇപ്പുറത്തെ സൈഡിലോട്ട് വരാതിരിക്കാനായിട്ടുള്ള സീലെല്ലാം, ഈ പിസ്റ്റൻ്റെ അവിടെയുള്ള ക്ലിയറൻസ് എല്ലാം സീൽ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ.
ഇപ്പോൾ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിന് മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലോട്ടും ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. എവിടെയാണോ ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്നത് ആ സൈഡിൽ നിന്ന് പിസ്റ്റനെ പുറത്തോട്ട് പുഷ് ചെയ്യും. ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ഈ ഹൈ പ്രഷർ ഓയിൽ രണ്ട് സെക്ഷനിലോട്ടും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലും ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് പുറത്തോട്ട് എടുക്കണം. ഇത് കുറച്ചും കൂടെ കൂടുതൽ ഫോഴ്സ് പുറത്തോട്ട് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സിംഗിൾ ആക്ടിങ്ങിനെക്കാളും ഡബിൾ ആക്ടിംഗ് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട് എന്ന് കരുതാം. ഈ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ രണ്ട് ടൈപ്പിലുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ ടൈപ്പാണ് നമ്മൾ ഇപ്പം കണ്ടത്. ഇതിനെ സിംഗിൾ റോഡ് എൻഡഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സിലിണ്ടർ എന്നാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്നത്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഓയിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഈ റോഡ് പുറത്തോട്ട് വരുന്നുള്ളൂ. ഇവിടെ കണ്ടാലോ, പിസ്റ്റൻ്റെ ഇപ്പുറത്തെ സൈഡിൽ റോഡ് പുറത്തോട്ട് വരുന്നില്ല, ഈ സൈഡിൽ മാത്രമേ റോഡ് പുറത്തോട്ട് വരുന്നുള്ളൂ. രണ്ട് സൈഡിലോട്ടും രണ്ട് ഡയറക്ഷനിലോട്ടും ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഒരു സൈഡിൽ മാത്രമേ റോഡ് പുറത്തോട്ട് വരുന്നുള്ളൂ. പക്ഷേ ഈ അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും റോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൺ റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ റോഡ് റൈറ്റിലോട്ട് പോകും. പിസ്റ്റൺ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിലുള്ള റോഡ് പുറത്തോട്ട് വരും. അപ്പോൾ ഇതിലും രണ്ട് സൈഡിലും ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്, രണ്ട് ഡയറക്ഷനിലോട്ടും ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഈ റോഡ് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു അറേഞ്ച്മെൻറ്റിനുണ്ട്. ഇതിനെ ഡബിൾ റോഡ് എൻഡഡ് അല്ലെങ്കിൽ നോൺ ഡിഫറൻഷ്യൽ സിലിണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ബാലൻസിങ് ഏത് അറേഞ്ച്മെൻറ്റിനായിരിക്കും ബെറ്റർ? ബാലൻസിങ് ബെറ്റർ ആയിട്ടുള്ള ഈ അറേഞ്ച്മെൻറ്റാണ്. കാരണം ഇവിടെ ഇപ്പം നോക്കുക, ഇവിടെ രണ്ട് സൈഡിലും രണ്ട് ഡയറക്ഷനിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് വോളിയം കൂടുതലാണ്, ഈ ഏരിയയിൽ വോളിയം കുറവാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഈ റോഡ് കടന്നു പോകുന്ന ആ വോളിയം എന്തായാലും കുറയ്ക്കേണ്ടി വരും. ബാക്കിയുള്ള പോർഷനിൽ മാത്രമേ ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എക്സേർട്ട് ആവുന്നുള്ളൂ. അപ്പം ഇവിടെ നിന്ന് ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സും ഈ സൈഡിൽ നിന്ന് ഫ്ലൂയിഡ് ഈ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും രണ്ടായിരിക്കും. രണ്ടും സെയിം ആയിരിക്കത്തില്ല, രണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബാലൻസിങ്ങിന് കുറച്ചും കൂടെ ഇഷ്യൂ ഉണ്ടെന്ന് പറയാം. അതേസമയം ഇവിടെ ബാലൻസിങ്ങിന് ആ ഒരു പ്രോബ്ലം ഇല്ല. കാരണം രണ്ട് സൈഡിലും ഈ റോഡ് കടന്നു പോകുന്നുണ്ട്. അപ്പം വോളിയം എന്ന് പറയുന്ന ഈ സൈഡിലും വോളിയം സെയിമാണ്, ഈ സൈഡിലും രണ്ടിലും ഒരേ പോലുള്ള വോളിയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ കുറച്ചും കൂടെ ബാലൻസിങ് ഈക്വലാണ്, ബാലൻസിങ് ഈസിയാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ബാലൻസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്നാലും ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇതിലേത് അറേഞ്ച്മെൻറ്റ് വേണോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡബിൾ ആക്ടിങ് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം മേ ബി 5 മാർക്കിനോ എല്ലാം എക്സാമിന് ചോദിക്കാം. ഡബിൾ ആക്ടിങ് സിലിണ്ടർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇനി അടുത്ത ടൈപ്പാണ് ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന്. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫിഗറൊക്കെ ഈ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രജപുത്ത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഫിഗറാണ്. ഇതിനെക്കാളും വളരെ സിംപ്ലിഫൈ ചെയ്ത ഒരു ഫിഗർ എയർ വാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ അത്രത്തോളം ക്ലിയർ അല്ല. മാത്രമല്ല ഫിഗറിൽ കുറച്ച് മിസ്റ്റേക്കും ഉണ്ട്. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗർ ആണെങ്കിലും ഫിഗർ കുറച്ചും കൂടെ കറക്റ്റാണെന്ന് പറയാം. നിങ്ങൾ സംഭവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു സിംപ്ലിഫൈ ചെയ്ത ഫിഗർ വരച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന് പറയുന്ന ആക്ച്വേറ്റർ. ഇപ്പോൾ ഇതിലും ലീനിയർ മൂവ്മെൻ്റ് ആണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ 2 സ്റ്റേജ് ഡബിൾ ആക്ടിങ് ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അറേഞ്ച്മെൻറ്റ്, ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റ് 2 സ്റ്റേജ് ഡബിൾ ആക്ടിങ് ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന് പറയാം. ഇതിൽ ഡബിൾ ആക്ടിങ് എന്ന് പറയാൻ കാര്യം പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും ഹൈ പ്രഷർ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലോട്ടും രണ്ട് ഡയറക്ഷനിലോട്ടും ഫോഴ്സ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത്. 2 സ്റ്റേജ് എന്ന് പറയാൻ കാര്യം ഇതിൽ 2 സ്റ്റേജ് ഓഫ് എക്സ്പാൻഷൻ ആണുള്ളത്. എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോക്കിൻ്റെ എക്സ്പാൻഷനാണ്. ഈ സ്ട്രോക്ക് ലെങ്ത് അതിൻ്റെ എക്സ്പാൻഷനാണ് ഈ 2 സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ 2 പിസ്റ്റൺ ഉണ്ട്. ആ 2 പിസ്റ്റണുമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ ലെങ്തിൽ, കൂടുതൽ സ്ട്രോക്ക് ലെങ്തിൽ നമുക്ക് ലീനിയർ മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഇതിപ്പം കുറച്ച് അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. ഇത് ഒരു പിസ്റ്റനാണെന്ന് പറയാം. ഈ ഒരു കാണുന്ന ഇത് ഒരു പിസ്റ്റനാണ്. ഇത് പിസ്റ്റൻ്റെ റോഡാണ്. ഈ റോഡിൻ്റെ അകത്തും ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഹോളുണ്ട്. ആ ഹോളിൻ്റെ അകത്ത് പിന്നെയും ചെറിയൊരു പിസ്റ്റൻ വന്നിരിക്കുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ പിസ്റ്റൻ. ഈ അകത്തുള്ള പിസ്റ്റനാണ് ആക്ച്വലി ഫസ്റ്റ് സ്റ്റേജ് പിസ്റ്റൻ എന്ന് പറയുന്നത്. പുറത്തുള്ള പിസ്റ്റന് സെക്കൻഡ് സ്റ്റേജ് പിസ്റ്റൻ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി ഉള്ള സിലിണ്ടർ ബ്ലോക്ക്. ഈ കാണുന്നതാണ് ആക്ച്വലി ഉള്ള സിലിണ്ടർ ബ്ലോക്ക്. അതിൻ്റെ അകത്തൊരു സിലിണ്ടർ ഹോളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പിസ്റ്റനുണ്ട്. ആ പിസ്റ്റൻ്റെ കൂടെ ഒരു പിസ്റ്റൺ റോഡും കൂടെയുണ്ട്. ആ പിസ്റ്റൺ റോഡിൻ്റെ അകത്തും ഒരു സിലിണ്ടറിക്കൽ ഹോളുണ്ട്. ആ സിലിണ്ടറിക്കൽ ഹോളിൽ സ്യൂട്ടാവുന്ന രീതിയിൽ ഒരു പിസ്റ്റണും അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തും ഒരു സിലിണ്ടറിക്കൽ ഹോളുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ പിസ്റ്റൺ ഇല്ല എന്നേ ഉള്ളൂ. പിസ്റ്റൺ ഇതൊരു പിസ്റ്റനാണ്, അതിൻ്റെ അകത്തുള്ള ഇതൊരു പിസ്റ്റനാണ്. ഇനി അതിൻ്റെ അകത്ത് പിസ്റ്റൺ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇത് സിലിണ്ടറിക്കൽ ഹോളുണ്ട്. അതുവഴിയാണ് ഈ ഓയിൽ അല്ലെങ്കിൽ വാട്ടർ, ഇത് ഹൈഡ്രോളിക് ആണല്ലോ, അപ്പോൾ ഓയിൽ അല്ലെങ്കിൽ വാട്ടർ അകത്തോട്ട് കയറുന്ന ആ ഒരു ഹോൾ വഴിയാണ്.
ഈ പോർട്ട് എ വഴിയായിരിക്കും ഈ ഓയിൽ ആദ്യം ഈ പോർട്ട് എ വഴി ഓയിൽ അകത്തോട്ട് കയറും. ഈ പോർട്ട് എ വഴി ഓയിൽ അകത്തോട്ട് കയറുന്ന ഇത് സാധാരണ റിട്രാക്ഷൻ സ്ട്രോക്കിന് വേണ്ടിയാണ്, എക്സ്പാൻഷൻ സ്ട്രോക്കിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഫോർവേഡ് സ്ട്രോക്കിന് വേണ്ടിയല്ല, റിട്രാക്ഷൻ സ്ട്രോക്കിന് വേണ്ടിയാണ് പോർട്ട് എ വഴി ഓയിൽ കയറുന്നത്. അതേസമയം എക്സ്പാൻഷൻ സ്ട്രോക്കിന് വേണ്ടി, അതായത് ഇത് പുറത്തോട്ട് നീങ്ങാനായിട്ട്, ഈ പിസ്റ്റൺ പുറത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് ഓയിൽ എൻ്റർ ചെയ്യുന്ന ഈ പോർട്ട് ബി വഴിയായിരിക്കും. ഈ ടെലിസ്കോപ്പിക് സിലിണ്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്ട്രോക്ക് ലെന്ത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ സിംഗിൾ ആക്ടിങ് അല്ലെങ്കിൽ ഡബിൾ ആക്ടിങ് അതിലുള്ള അറേഞ്ച്മെൻറ്റിനെക്കാളും കൂടുതൽ ലെങ്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്. കൂടുതൽ ലെങ്തിൽ പിസ്റ്റൺ പുറത്തോട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക്, കൂടുതൽ ലെങ്തിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം എങ്കിലാണ് ഈ ടെലിസ്കോപ്പിക് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ശ്രദ്ധിക്കാം. ആദ്യം റിട്രാക്ഷൻ സ്ട്രോക്കിൻ്റെ വർക്കിംഗ് പറയാം. ഈ പോർട്ട് എ വഴി അകത്തോട്ട് ഓയിൽ അകത്തോട്ട് കയറുന്നു. ഈ ഓയിൽ അകത്തോട്ട് കയറുന്ന ഇവിടെ വരെ എത്തിയിട്ട് ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള ഓയിലിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഓയിൽ കയറാനായിട്ട്. ആ ഓപ്പണിംഗ് കൂടെ ഈ ഏരിയയിലോട്ട് ഓയിൽ ഫില്ല് ചെയ്യും. ഈ ഏരിയയിലോട്ട് ഫില്ല് ചെയ്യുന്ന ഇതൊരു ക്ലോസ്ഡ് സെക്ഷനാണ്. അപ്പോൾ ഈ ഏരിയയിലോട്ട് ഹൈ പ്രഷർ ഓയിൽ ഫില്ല് ചെയ്യുന്നിടത്തോളം അത് കൂടുന്തോറും ഈ പിസ്റ്റൺ, ഇതൊരു പിസ്റ്റണാണ്, ആ പിസ്റ്റണിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഈ ഓയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഇങ്ങോട്ട് പോകാനൊന്നും പ്ലേസ് ഇല്ല. അപ്പോൾ ഓയിലിൻ്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കാരണം ഈ പിസ്റ്റൺ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അതിങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് ഈ എൻഡ് വരെ എത്തിച്ചേരും. ഈ എൻഡ് വരെ എത്തിച്ചേരുമ്പോഴേക്കും ഇവിടുത്തെ ഓപ്പണിംഗ് അൺകവർ ആവും. ഇവിടെ മറ്റൊരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് അൺകവർ ആവും. അപ്പോൾ പിസ്റ്റൺ ഇങ്ങോട്ട് ഈ എൻഡ് വരെ നീങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഓപ്പണിംഗ് അൺകവർ ആവുന്നു. അപ്പം ഇവിടുത്തെ ഈ ഏരിയയിൽ നിറഞ്ഞിരിക്കുന്ന ഹൈ പ്രഷർ ഓയിൽ ഈ ഓപ്പണിംഗ് കൂടെ ഈ പോർഷനിലോട്ട് കയറും. അപ്പോൾ ഈ പോർഷനിലോട്ട് കയറിയിട്ട് നേരത്തെ ഉണ്ടായ അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഹൈ പ്രഷർ ഓയിൽ കൊണ്ട് നിറയും. അപ്പം ഈ വഴി ഓയിലിന് പുറത്തോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ വഴി ഇതെന്ന് പറയുന്നത് ഈ പിസ്റ്റണാണ്. ഈ പിസ്റ്റണ് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യും. അങ്ങനെ ഈ പിസ്റ്റണും കൂടെ അതിൻ്റെ കൂടെ ഈ ലെഫ്റ്റ് എൻഡിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ റിട്രാക്ഷൻ സ്ട്രോക്കാണ് നടന്നത്. അതായത് പുറത്തോട്ട് ഏറ്റവും എക്സ്ട്രീം എൻഡിലോട്ട് പുറത്തോട്ട് ഇറങ്ങി നിന്ന രണ്ട് പിസ്റ്റനെയും അകത്തോട്ട് കയറ്റുന്നു എന്ന പ്രൊസീജിയറാണ് ഇവിടെ ഇപ്പം നടന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പോർട്ട് എ വഴി ഓയിൽ അകത്തോട്ട് കയറിയത്. പോർട്ട് എ വഴി ഓയിൽ അകത്തോട്ട് കയറി ഈ പോർഷനിൽ എത്തുമ്പോൾ ഈ പിസ്റ്റൺ അത് ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യും. ഈ പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്ത് ഈ എക്സ്ട്രീം എൻഡ് വരെ എത്തും. ഈ പിസ്റ്റൻ്റെ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്ന ഈ പൊസിഷനാണ്. ഈ പൊസിഷനിൽ പിസ്റ്റൺ എത്തിച്ചേരുമ്പോഴേക്കും ഇവിടുത്തെ ഹോളിൻ്റെ ഓപ്പണിംഗ് കൂടെ അങ്ങ് അൺകവർ ആവും. അപ്പോൾ അതുവഴി ഈ ഹൈ പ്രഷർ ഓയിൽ ഈ ഏരിയയിലോട്ട് കയറും. ഈ ഏരിയ അത് തന്നെയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയയിലോട്ട് കയറി ഇതിനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നിടത്തോളം ഈ പിസ്റ്റൺ, പുറത്തുള്ള പിസ്റ്റൺ, അതായത് ബിഗ് പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സ്റ്റേജ് പിസ്റ്റൺ ആയിരിക്കും പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് അത് എക്സ്ട്രീം എൻഡ് വരെ എത്തും. അങ്ങനെയാണ് ഇത് ഫുള്ളി ഈ പുറത്തോട്ട് ഇറങ്ങിയ പിസ്റ്റൺ ഫുള്ളി അകത്തോട്ട് കയറി അങ്ങ് റിട്രാക്ട് ചെയ്ത് കോൺട്രാക്ട് ചെയ്ത് ഇരിക്കുന്നത്. അതേസമയം ഈ പിസ്റ്റൺ പുറത്തോട്ട് പുഷ് ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ രണ്ട് പിസ്റ്റൺ ഉണ്ടെന്ന് പറയാം, അതിന് പുറത്തോട്ട് പുഷ് ചെയ്യണമെങ്കിൽ ഈ പോർട്ട് ബി വഴിയാണ് ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യേണ്ടത്. ഈ പോർട്ട് ബി വഴി ഹൈ പ്രഷർ ഓയിൽ അകത്തോട്ട് കയറുന്നു. അത് ഈ പിസ്റ്റനെ, ഈ സെക്കൻഡ് സ്റ്റേജ് പിസ്റ്റൺ എന്നുള്ള സംഭവത്തിന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ പുഷ് ചെയ്യാനൊക്കത്തില്ല, കാരണം ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ പ്രഷർ ഓയിൽ ഈ ഓപ്പണിംഗ് കൂടെ കയറി ഈ ഏരിയയിലോട്ട് എത്തിച്ചേരും. അപ്പോൾ ഈ സമയത്ത് ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഈ എൻഡിലാണ്. ആ എൻഡിലോട്ട് എത്തിച്ചേരുന്ന പിസ്റ്റനെ ഹൈ പ്രഷർ ഓയിൽ പുഷ് ചെയ്ത് അതിന് പുറത്തോട്ട് തള്ളും. പുറത്തോട്ട് പുഷ് ചെയ്യുന്നതനുസരിച്ച് ഈ പിസ്റ്റൺ, ഈ അകത്തുള്ള ഫസ്റ്റ് സ്റ്റേജ് പിസ്റ്റൺ പുറത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ റൈറ്റ് എൻഡിൽ വന്ന് എക്സ്ട്രീം എൻഡിൽ വന്ന് നിൽക്കും. ഈ എക്സ്ട്രീം എൻഡിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഏരിയയിലോട്ടും കൂടെ ഈ ഹൈ പ്രഷർ ഓയിൽ കയറുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ പിസ്റ്റൻ്റെ ഈ പൊസിഷനിലായിരിക്കും. ഇത് വന്ന് എക്സ്ട്രീം റൈറ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പിസ്റ്റൺ മൂവ് ചെയ്യാനില്ല. എക്സ്ട്രീം റൈറ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ഈ പിസ്റ്റനെ ആയിരിക്കും, ഈ സെക്കൻഡ് സ്റ്റേജ് പിസ്റ്റനെ ആയിരിക്കും. പിന്നെ അത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം, ഈ ലിക്വിഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, കാരണം ഈ ഏരിയയിലുള്ള ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് ഓയിൽ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ഇതിനെ പുഷ് ചെയ്ത് ഇതിനെയായിരിക്കും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ ലെങ്ത്, ഒരു ഡബിൾ സ്ട്രോക്ക് ലെങ്ത് വരെ പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കും എന്ന് പറയാം. അപ്പം ആദ്യം ഈ പിസ്റ്റനായിരിക്കും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന. ഈ പിസ്റ്റൻ റൈറ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ള ഈ സെക്കൻഡ് സ്റ്റേജ് പിസ്റ്റനായിരിക്കും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ ലെങ്തിൽ, സ്ട്രോക്ക് ലെങ്തിൽ നമുക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന് പറയുന്നതിൻ്റെ വർക്കിംഗ്. ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത ഫിഗറാണ് നിങ്ങളുടെ എയർ വാക്ക് ടെക്സ്റ്റിലുള്ളത്. ആ ഫിഗർ നോക്കുക, അത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്ത് വരച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വർക്കിംഗ് അറിയാമെങ്കിൽ ആ ഫിഗർ എങ്ങനെ കറക്റ്റ് ചെയ്ത് വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പം അത് വെച്ച് ഫിഗർ വരയ്ക്കുക, ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ഒരു 4-5 സെൻറ്റൻസിൽ എഴുതുക. അത്രയേ ഉള്ളൂ ഈ ടെലിസ്കോപ്പിക് സിലിണ്ടറിൻ്റെ വർക്കിംഗ്. ഇതും സാധാരണ 5-6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ടെലിസ്കോപ്പിക് സിലിണ്ടർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിനെ പറ്റി പഠിച്ചത്. ഈ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ ഒരു ഇഷ്യൂ എന്തെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. സംഭവം ഇതുവഴി ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്നു, അത് പിസ്റ്റനെ പുഷ് ചെയ്തു, അത് പിസ്റ്റൻ ഈ ഫിഗറിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ റൈറ്റിലോട്ടായിരിക്കും പിസ്റ്റൻ മൂവ് ചെയ്യുന്നത്. എന്നിട്ട് റിട്രാക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് തിരിച്ച് പിസ്റ്റൻ മൂവ് ചെയ്യാൻ സമയത്ത് ഈ ഏരിയയിൽ നിറഞ്ഞിരിക്കുന്ന ഓയിലിൻ്റെ പ്രഷർ കുറയ്ക്കുന്നു, അതായത് ഈ വഴി ഓയിൽ തിരിച്ചിറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന സ്പ്രിങ് അങ്ങ് എക്സ്പാൻഡ് ആവും. അപ്പോൾ സഡനായിട്ട് എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഈ പിസ്റ്റൻ വളരെ ഫാസ്റ്റിലായിരിക്കും ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ഫാസ്റ്റിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് വേണമെങ്കിൽ ഈ എൻഡിൽ വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നല്ല, എപ്പോഴും അത് ഇങ്ങനെ ഇടിക്കും, ഇപ്പോഴത്തെ എൻഡിൽ വന്ന് അത് ഹിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഹിറ്റ് ചെയ്യുന്നത് 1-2 തവണ അങ്ങനെ ഇപ്പോഴത്തെ എൻഡിൽ ഒന്ന് ടച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വളരെ ഫാസ്റ്റായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ തവണ ഉപയോഗിക്കും തോറും ഈ പിസ്റ്റൺ ഇപ്പോഴത്തെ എൻഡിൽ വന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും, ടച്ച് ഇരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഈ പിസ്റ്റണ് ചിലപ്പോൾ ഡാമേജ് വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ ഈ സർഫസിനൊക്കെ ഡാമേജ് വന്നെന്നിരിക്കാം. ഇവിടെ എന്തെങ്കിലും വേറെ ഡിവൈസ് വാൾവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ഡാമേജ് വന്നെന്നിരിക്കാം, വളരെ ഫോഴ്സിൽ വന്ന് ഇപ്പോഴത്തെ എൻഡിൽ വന്ന് ഇടിക്കുന്നുവെങ്കിൽ. അപ്പോൾ ഈ സ്പ്രിങ് എക്സ്പാൻഷൻ കാരണം ഈ പിസ്റ്റൺ ഇപ്പുറത്തെ എൻഡിൽ വന്ന് ഇടിക്കുന്നത് ഒഴിവാക്കണം. ആ ഒരു ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഫോഴ്സ് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഇമ്പാക്റ്റ് ഫോഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ സിലിണ്ടർ കുഷണിങ് എന്ന് പറയുന്നത്. അതൊരു എക്സ്ട്രാ അറേഞ്ച്മെൻറ്റാണ്. പിസ്റ്റൺ ഇപ്പുറത്തെ എൻഡിൽ വന്ന് ഒരു ഇമ്പാക്റ്റ് ഫോഴ്സ് കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ലോഡ് വരാൻ പാടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് സിലിണ്ടർ കുഷണിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലഞ്ചർ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അത് മേ ബി റബ്ബറോ അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റലല്ല, സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും ഈ പ്ലഞ്ചർ എന്ന് പറയുന്നത്. അത് ഈ പിസ്റ്റൻ്റെ ഇപ്പോഴത്തെ എവിടെയാണോ വന്ന് ഇടിക്കുന്നത് ആ സൈഡിലായിരിക്കും അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും തോറും ഈ പ്ലഞ്ചറും കൂടെ വന്ന് മൂവ് ചെയ്യുന്നു. ഇവിടെ ഈ ഫിഗർ നോക്കുക. ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഈ വഴിയാണ് ഹൈ പ്രഷർ ഓയിൽ ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. ആ വഴി തന്നെയാണ് ഈ പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ സമയത്ത് ലോ പ്രഷർ ആയിട്ടിരിക്കുന്ന ഓയിൽ പുറത്തോട്ട് പോകേണ്ടതും ഈ വഴി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതോറും ഈ പ്ലഞ്ചർ വന്ന് ഇവിടുത്തെ ഈ ഓപ്പണിങ്ങിനെ അങ്ങ് ക്ലോസ് ചെയ്യും. കാരണം ഈ വഴിയാണ് ഈ ഓയിൽ അകത്തോട്ട് കയറുന്നതും തിരിച്ചിറങ്ങുന്നതും ഈ വഴി തന്നെയാണ്. ആ ഓപ്പണിങ്ങിന് ഈ പ്ലഞ്ചർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് വന്ന് ഗ്രാജുവലായിട്ട് അതിനെ അങ്ങ് ക്ലോസ് ചെയ്യും. അത് ഗ്രാജുവലായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ് കൊടുത്തിട്ടുള്ളത്. ഗ്രാജുവലായിട്ട് ഒന്ന് ക്ലോസ് ചെയ്യും. അതായത് ഈ പിസ്റ്റൺ ഇപ്പുറത്തെ എൻഡിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ വരുന്ന ഓപ്പണിങ് കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ആവും. ഈ പ്ലഞ്ചർ ഇവിടെ കാണും പോലെ പ്ലഞ്ചർ കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ആവും ഈ പിസ്റ്റൺ ഇപ്പുറത്തെ എൻഡിൽ എത്തുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ഈ പിസ്റ്റൺ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് ക്ലോസ് ആവുന്നതുകൊണ്ട് ബാക്കിയുള്ള ഓയിൽ ഈ വഴി പുറത്തു പോകാനൊക്കത്തില്ല. കാരണം ഈ ഓപ്പണിങ് ക്ലോസ് ആയല്ലോ. ബാക്കിയുള്ളത് ഈ വഴി പിന്നെ ഓയിലൂടെ ബാക്കിയുണ്ട്. ആ ഓയിലും കൂടെ പുറത്തോട്ട് പോകുന്നത്. എന്നാൽ മാത്രമേ പിസ്റ്റൺ ഇപ്പുറത്തെ എൻഡ് വരെ എത്തത്തുള്ളൂ. ഫുള്ള് ഓയിലിൻ്റെ അകത്തുള്ള മുഴുവൻ ഓയിലും ഈ വഴി പുറത്തോട്ട് പോയാൽ മാത്രമേ പിസ്റ്റൺ ഇപ്പുറത്തെ എൻഡിൽ എത്തുകയുള്ളൂ. പക്ഷേ അങ്ങനെ പുറത്തോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ആ ഓപ്പണിങ് പ്ലഞ്ചർ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓയിൽ എങ്ങനെ പുറത്തോട്ട് പോകും? സത്യം പറഞ്ഞാൽ ഇതിന് പുറത്തോട്ട് പോയ 2 വഴികളുണ്ട്. ഇവിടുത്തെ ഈ ഒരു വഴിയും ഇവിടുത്തെ ഈ ഒരു വഴി. ഈ 2 പോർട്ട് അല്ലെങ്കിൽ വാൾവ് ഇവിടെ ഉണ്ട്. അതിൽ ഈ വാൾവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. അത് സത്യം പറഞ്ഞാൽ ഒരു 1 വേ വാൾവ് എന്ന് പറയാം. ഈ ചെക്ക് വാൾവ് അലോസ് ഫ്രീ ഫ്ലോ ടു ബാരൽ ഡ്യൂറിങ് എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇത് വൺ വേ വാൾവ് എന്ന് പറയാം. ഇത് വഴി കയറുമ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് എക്സ്പാൻഷൻ സമയത്ത് ഈ വഴി അകത്തോട്ട് ഓയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഈ വഴി കയറാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്പണിംഗ് വെച്ചിട്ടുള്ളത്. അല്ലാതെ തിരിച്ച് റിട്രാക്ഷൻ സമയത്ത് ഈ വഴി കയറി ഈ ഓയിലിന് പുറത്തോട്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ 1 വേ വാൾവ് എന്ന് പറയാം. ഇങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഓയിൽ ഈ വഴി കയറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഓയിൽ ഈ വഴി എൻ്റർ ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് ഈ ഒരു പോർഷൻ മാത്രമാണ്. ഇവിടെ എന്ന് പറയുന്ന ഒരു നീഡിൽ വാൾവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീഡിൽ വാൾവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രഷർ അനുസരിച്ചായിരിക്കും ഈ വാൾവ് ഓപ്പൺ ആവുന്നത്. കൂടുതൽ പ്രഷർ വരപ്പം മാത്രമേ ഈ വാൾവ് ഓപ്പൺ ആവത്തുള്ളൂ. എത്രത്തോളം ഹൈ പ്രഷർ വന്നാൽ വാൾവ് ഓപ്പൺ ആവണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. കാരണം സ്പ്രിങ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ എത്ര പ്രഷർ വരപ്പം ഈ വാൾവ് ഓപ്പൺ ആവണം എന്നൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഒരു പർട്ടിക്കുലർ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും തോറും ഇതങ്ങ് ക്ലോസ് ആകും. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഓയിൽ പിന്നെ പുറത്തു പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഓയിൽ വന്ന് അവിടെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പുറത്തു പോകാൻ സാധിക്കാതെ ഓയിൽ അവിടെ കുറച്ച് ഭാഗം അവിടെ ബാക്കി റിമെയിൻ ചെയ്യുന്നതുകൊണ്ട് ഈ പിസ്റ്റൺ വന്ന് വളരെ ഇമ്പാക്റ്റ് ഫോഴ്സിൽ ഇപ്പുറത്തെ എൻഡിൽ വന്ന് ഇടിക്കത്തില്ല. പകരം ഈ ഓയിലിൽ വന്ന് അങ്ങ് തട്ടി അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അതിന് ആ ഓയിലിന് പുറത്തൊന്ന് പുഷ് ചെയ്ത് അതിൻ്റെ പ്രഷർ ഒന്ന് കൂട്ടി അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ പിസ്റ്റൺ ഒരിക്കലും ഇമ്പാക്റ്റ് ഫോഴ്സിൽ ഇപ്പുറത്തെ എൻഡിലൊന്നും ഇരിക്കത്തില്ല. ഒരു സഫീഷ്യൻറ്റ് പ്രഷർ ഇവിടുത്തെ റിമൈൻ ചെയ്യുന്ന ഓയിലിന് ഒരു സഫീഷ്യൻറ്റ് പ്രഷർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ നീഡിൽ വാൽവ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്ത് ആ ബാക്കിയുള്ള ഓയിലും കൂടെ ഈ വഴി അങ്ങ് പുറത്തോട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ ഈ വഴിയായിരിക്കും ബാക്കിയുള്ള ഓയിൽ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് ഇവിടെ ഉള്ള ഒരു ഇമ്പാക്റ്റ് ഫോഴ്സ് ഈ വളരെ ഫാസ്റ്റിൽ പിസ്റ്റൺ വന്ന് ഇപ്പുറത്തെ എൻഡിൽ ഇടിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഫോഴ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ സിലിണ്ടർ കുഷനിങ് എന്നാണ് പറയുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ പിസ്റ്റൺ കൂടുതൽ ലൈഫ് വരും, അല്ലെങ്കിൽ ഈ എൻഡിലുള്ള കമ്പോണൻസിലെല്ലാം കൂടുതൽ ലൈഫ് വരും. വളരെ സ്പീഡിൽ നമുക്ക് ഈ ആക്ച്വേറ്റർ വർക്ക് ചെയ്യാനും സാധിക്കും. മറ്റേ കേസിനാണെങ്കിൽ ചിലപ്പം സിലിണ്ടർ വളരെ ഫാസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പിസ്റ്റൺ വന്ന് ഇപ്പുറത്തെ എൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ബ്രേക്ക് സംഭവിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ആക്ച്വേറ്റർ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ ഇടിക്കുന്നില്ല, ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്, ഇമ്പാക്റ്റ് ആയിട്ടുള്ള ലോഡൊന്നും വരുന്നില്ല എന്നുള്ളതുകൊണ്ട് കൂടുതൽ ലൈഫും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും തോറും ഈ പ്ലഞ്ചർ കൊണ്ടുവന്ന് ഈ ഓപ്പണിങ്ങിനങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് കാരണം ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ വഴി പുറത്തിറങ്ങത്തില്ല, ബാക്കി ഓയിൽ ഇവിടെ തന്നെ നിൽക്കും. ആ ബാക്കി വരുന്ന ഓയിൽ സത്യം പറഞ്ഞാൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യും, ഈ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും തോറും അതിൻ്റെ ബാക്കി വരുന്ന ഓയിലിൻ്റെ പ്രഷറും കൂടെ കുറച്ചൊന്ന് കൂടും. ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഈ നീഡിൽ വാൽവ് തുറന്ന് ബാക്കിയുള്ള ഓയിൽ ഈ വഴി അങ്ങ് പുറത്തോട്ട് പോയിക്കോളും. ഈ വഴി അങ്ങ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിസ്റ്റൺ ഇപ്പുറത്തെ എൻഡിലോട്ട് വന്നങ്ങ് എത്തിക്കോളും. പക്ഷേ ആ സമയത്ത് വളരെ ഇമ്പാക്റ്റ് ഒരു ഫോഴ്സ്, കൂടുതൽ സ്പീഡ് കാണത്തില്ല, വളരെ സ്മൂത്തായിട്ട് സ്ലോയിൽ വന്ന് ഇപ്പുറത്തെ പോർഷനിൽ ഇപ്പുറത്തെ എൻഡിൽ എത്തുകയുള്ളൂ, അല്ലാതെ ഇമ്പാക്റ്റ് ഫോഴ്സ് അവിടെ വരുന്നില്ല. അപ്പം ഇതാണ് സിലിണ്ടർ കുഷനിങ് എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. പറ്റുമെങ്കിൽ 2 ഫിഗറും വരയ്ക്കണം എന്നാണ്, പക്ഷേ ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് ഈ രണ്ടാമത്തെ ഫിഗർ മാത്രം എക്സാമിന് വരച്ചാലും മതി. ഇത് മേ ബി 10 മാർക്സിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ എന്താണ് സിലിണ്ടർ കുഷനിങ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. 10 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായും ഫിഗറും കൂടെ വരയ്ക്കുക. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഫിഗർ വരച്ച് കൺസെപ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സിലിണ്ടർ കുഷനിങ് എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ്. ഇനി അടുത്തത് നമുക്ക് 2 എണ്ണവും കൂടെ നോക്കാനുണ്ട്. അത് രണ്ടും ചെറുതാണ്, മാക്സിമം 5 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ ടാൻഡം സിലിണ്ടർ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റും പിന്നെ ടേൺ സിലിണ്ടർ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റും. രണ്ടിൻ്റെ ഫിഗറും നിങ്ങൾ കണ്ടതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗറാണ്. ഇതിൽ ടാൻഡം സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 2 സിലിണ്ടർ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയാണ് ടാൻഡം സിലിണ്ടറിലുള്ളത്. 2 പിസ്റ്റൺ സിലിണ്ടർ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇത് ഒരൊറ്റ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് 2 കമ്പാർട്ട്മെൻ്റാണ്. ഇത് ഒരു ഏരിയ, ഇത് അടുത്ത ഏരിയ. ഇതിൽ ഒരു പോർഷനിലായിരിക്കും ഓയിൽ എൻ്റർ ചെയ്യുന്ന പോർഷൻ കാണിച്ചിട്ടില്ല, ഓയിൽ ഈ വഴിയായിരിക്കും, ഈ പോർഷനിൽ ഓയിൽ ഈ വഴിയായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഇപ്പുറത്തെ പോർഷനിലാണെങ്കിൽ ഓയിൽ ഈ വഴിയായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഈ ഓയിൽ എൻ്റർ ചെയ്യുന്ന രണ്ടിടത്ത് ഈക്വലായിട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഈ വഴി എൻ്റർ ചെയ്യുന്ന ഓയിൽ പിസ്റ്റൺ 1നെ പുഷ് ചെയ്യും, ഈ വഴി എൻ്റർ ചെയ്യുന്ന ഓയിൽ പിസ്റ്റൺ 2നെ പുഷ് ചെയ്യും. അപ്പോൾ അത് രണ്ടും ഒരു സൈഡിലോട്ട് തന്നെയായിരിക്കും പുഷ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം പിസ്റ്റൺ റോഡ് പുറത്തോട്ട് വരും. ഈ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി സിംഗിൾ ആക്ടിങ് അല്ലെങ്കിൽ ഡബിൾ ആക്ടിങ്ങിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഫോഴ്സ് ആയിരിക്കും ഇതിൽ ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രോക്ക് ലെന്തൊക്കെ നോർമൽ ആയിട്ടുള്ള സ്ട്രോക്ക് ലെന്തേ ഉള്ളൂ, ടെലിസ്കോപ്പിക് പോലെ വളരെ ലെങ്തി ആയിട്ടുള്ള സ്ട്രോക്ക് ലെന്തൊന്നും കിട്ടത്തില്ല. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ കൂടുതലായിരിക്കും, കാരണം ഇതിൽ പിസ്റ്റൺ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിസ്റ്റൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് സീരീസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഡബിൾ ഫോഴ്സ് ഇതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റാണ് ടാൻഡം സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യേണ്ട ആക്ച്വേറ്റർ ആണെങ്കിൽ ടാൻഡം സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലായിരിക്കും ആ ആക്ച്വേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ടാൻഡം സിലിണ്ടർ. ഇത് 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഫിഗർ കാര്യമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത് ടാൻഡം സിലിണ്ടർ എന്ന് പറയും. രണ്ടാമത്തെ അവസാനത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടേൺ സിലിണ്ടറാണ്. ഈ ടേൺ സിലിണ്ടർ ബേസിക്കലി സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഈ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് പുറത്തോട്ട് വരുന്നത് ഒരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും. ഇവിടെ റാക്ക് ആൻഡ് പിന്നിൻ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇവിടെ റാക്കായിട്ട് ആക്ട് ചെയ്യുന്ന ഈ പിസ്റ്റൺ റോഡിൻ്റെ എൻഡ് ആയിരിക്കും. പിസ്റ്റൺ റോഡിൻ്റെ എൻഡിൽ ഇങ്ങനെ ടീത്ത് പോലെ റാക്കിൻ്റെ ആ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് റാക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് മിഷ് ചെയ്യുന്ന രീതിയിൽ ഒരു പിനിയനും കൂടെ അറേഞ്ച് ചെയ്തിരിക്കും. ഈ പിസ്റ്റൺ റോഡ് ഇവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരപ്പോഴേക്കും അത് റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ റെസിപ്രോക്കേറ്റീവ് മോഷനാണ് എങ്കിലും ഇവിടെ വരുമ്പോൾ അത് റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ആകും. അപ്പോൾ അതായത് നമുക്ക് റെസിപ്രോക്കേറ്റീവ് മോഷനിലാണ് ആക്ച്വേറ്റർ വർക്കിംഗ് എങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് റോട്ടറി മോഷനായിട്ട് കിട്ടണമെങ്കിൽ
നമ്മൾ ഈ ടേൺ സിലിണ്ടർ എന്ന് പറയുന്ന അറേഞ്ച്മെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിസ്റ്റൺ റോഡിൽ ഒരു റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതുവഴി റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് ടേൺ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതും 5 മാർക്സിന് ചോദിക്കത്തുള്ളൂ. മേ ബി ചിലപ്പം ഈ ടാൻഡം സിലിണ്ടറും ടേൺ സിലിണ്ടറും കൂടെ ഒരുമിച്ച് 5 മാർക്സിന് ചോദിച്ചെന്നും വരാം. കാരണം ഫിഗറൊക്കെ സിമ്പിൾ ആണല്ലോ, കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനും വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതിൽ സിലിണ്ടർ കുഷനിങ് ആണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സിംഗിൾ ആക്ടിങ് സിലിണ്ടർ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഡബിൾ ആക്ടിങ് സിലിണ്ടർ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ടെലിസ്കോപ്പിക് സിലിണ്ടറും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ലീനിയർ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന പോർഷൻസ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.